നമ്മളിൽ ഭൂരിഭാഗം പേരും ടാർഗറ്റിൻ്റെ പ്രഗ്നൻസി പ്രഡിക്ഷൻ മോഡലിൻ്റെ കേസ് സ്റ്റഡി വായിച്ചിട്ടുണ്ടാവും. കുടുംബത്തിലുള്ളവർ അറിയുന്നതിന് മുൻപ് തന്നെ കമ്പനികൾ എങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നു എന്നതിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ കൂടിയാണ് ഇത്. ഇനി ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു ഐഡിയ തരാം. കുറേ വർഷങ്ങൾക്ക് മുന്നേ ടാർഗറ്റിൽ നടന്ന സംഭവമാണ്. ആൻഡ്രൂ പോൾ ടാർഗറ്റിൽ ജോലി ചെയ്തു വരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അയാളുടെ മുൻപിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് വിഷയം. ഗർഭിണികളായ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയെന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രഡിക്ഷൻ മോഡൽ ഉണ്ടാക്കണം. അവർ അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് വരാൻ ഒരു കാരണമുണ്ട്. ഒരാൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്താൽ ആ കസ്റ്റമേഴ്സ് സ്ഥിരം കസ്റ്റമേഴ്സായി മാറാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ പ്രഡിക്ഷൻ മോഡൽ ഉണ്ടാക്കാൻ ഇതിനു മുൻപ് വന്ന പ്രഗ്നൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ വേണം. അങ്ങനെ കുറേ ഡാറ്റ ഉപയോഗിച്ച് മോഡൽ ഉണ്ടാക്കിയാൽ മാത്രമേ പിന്നെ ആ മോഡൽ പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ ശീലങ്ങളായി പ്രെഡിക്റ്റ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ടാർഗറ്റ്സ് അങ്ങനെ മോഡൽ ഉണ്ടാക്കാൻ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങി. കുറേ അവരുടെ കയ്യിൽ കാലങ്ങളായി ഉണ്ടായിരുന്നു. പക്ഷേ പ്രഗ്നൻസി പ്രഡിക്ഷൻ, അതിനായി അവരുടെ കയ്യിൽ ഒരു ബേബി ഷവർ രജിസ്ട്രി ഉണ്ടായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ സമ്മതത്തോട് ശേഖരിച്ച ഡാറ്റയാണത്. അയാൾ അത് വെച്ച് ഡേറ്റ് എടുത്തു വരുന്ന സ്ത്രീകളുടെ പർച്ചേസിംഗ് പാറ്റേൺ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഗർഭിണികൾ സ്ഥിരമായി വാങ്ങാൻ സാധ്യതയുള്ള 25 ഐറ്റംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് വെച്ച് പ്രഗ്നൻസി സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു മോഡലും ബിൽഡ് ചെയ്തു. ഉദാഹരണമായി 20 ആഴ്ച കഴിഞ്ഞ സ്ത്രീകൾ കൂടുതലായി വിറ്റാമിൻ ഗുളികകൾ വാങ്ങുന്നു. ഒരു പ്രത്യേക പീരിയഡ് കഴിഞ്ഞാൽ കൂടുതൽ ലോഷൻ, മണമില്ലാത്ത സോപ്പ്, കൂടുതലായി കോട്ടൺ ബോൾ തുടങ്ങിയ കാര്യങ്ങൾ ഗർഭിണികളായ സ്ത്രീകൾ വാങ്ങുന്നു എന്നയാൾ മനസ്സിലാക്കിയെടുത്തു. അങ്ങനെ ഈ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് അയാൾ മോഡൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ 23 വയസ്സുള്ള അറ്റ്ലാന്റയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ മാർച്ച് മാസത്തിൽ കൊക്കോ ബട്ടർ ലോഷൻ, ഇരട്ടിയോളം ഡൈപ്പർ ബാഗ്, സിങ്ക്, മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് തുടങ്ങിയവ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ ഗർഭിണിയാകാനുള്ള സാധ്യത 86%, അവരുടെ ഡെലിവറി മാസം ഓഗസ്റ്റും ആയിരിക്കുമെന്ന് അയാൾ ഉണ്ടാക്കിയ മോഡൽ പറഞ്ഞു തരും. പോളിൻ്റെ ഈ മോഡൽ ഉപയോഗിച്ച് ഗർഭിണിയായ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഓഫർ നൽകി ടാർഗറ്റ് സ്വന്തം ബിസിനസ് ഒരുപാട് വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കെ മിനിയാപോളിസിലുള്ള ടാർഗറ്റിലെ ഓഫീസിലേക്ക് മാനേജറിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ കയറി വന്നു. അയാൾ ഇമോഷണലായി ചോദിച്ചു, എൻ്റെ ഹൈസ്കൂൾ പഠിക്കുന്ന മകൾക്ക് നിങ്ങൾ കുഞ്ഞുടുപ്പുകളും സാധനങ്ങളും വാങ്ങാനുള്ള ഓഫർ റേറ്റുകളും കൂപ്പണും മെയിൽ അയക്കുന്നു. നിങ്ങൾ സ്കൂൾ കുട്ടികളെ ഗർഭിണികളാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണോ? മാനേജർ ഞെട്ടി. പോളിൻ്റെ മോഡൽ പണി തന്നു. കാര്യം മനസ്സിലാക്കിയ അയാൾ നിരുപാധികം മാപ്പ് പറഞ്ഞ് അയാൾ തടിയൂരി. എന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒന്നുകൂടെ ഫോളോ അപ്പ് ചെയ്യാനും മാപ്പ് പറയാനും വേണ്ടി മാനേജർ ആ കാരണവരെ വിളിച്ചു. അങ്ങേ തലയ്ക്ക് നിന്നും മറുപടി വന്നു, എൻ്റെ മകൾ ഗർഭിണിയാണ്, പക്ഷേ ഇത് ഞാൻ അറിയാതെ പോയതാണ്. അത്ഭുതപ്പെടേണ്ട, ദിസ് ഇസ് ഹൗ കമ്പനി ലേൺസ് യുവർ സീക്രറ്റ്സ്. ഇതിൽ ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രൈവസി, ഡാറ്റ പ്രൊട്ടക്ഷൻ, നമ്മളെക്കാളും മുൻപ് വ്യാപാര സ്ഥാപനങ്ങൾ അറിഞ്ഞു തുടങ്ങിയവ. പക്ഷേ ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. ബിസിനസ് കണ്ടന്റാണ് ഇവിടുത്തെ വിഷയം. നമ്മളിൽ പലരും ഡാറ്റ സയൻസിൻ്റെയും അനലറ്റിക്സിൻ്റെയും ഒക്കെ സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഒരു നല്ല ബിസിനസ് അനലറ്റിക്സ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയല്ല. ആ പ്രൊജക്റ്റിൻ്റെ സാധ്യതകളും ശരിയായ ചോദ്യങ്ങളും ചോദിക്കലുമാണ് ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന് മുകളിൽ പറഞ്ഞ കേസ് സ്റ്റഡിയിൽ എന്തുകൊണ്ട് ഈ പ്രൊഡിക്ഷൻ, അതുപോലെ എന്തുകൊണ്ട് ഒരു റിറ്റെയിൽ ഷോപ്പ് സ്ത്രീകളുടെ ഗർഭം പ്രെഡിക്റ്റ് ചെയ്യണം, അതിലേക്ക് എത്തുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കേസ് സ്റ്റഡിയുടെ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാം. അന്ന് മിക്കവാറും ആളുകൾ എല്ലാ ഐറ്റംസും ഒരു ഷോപ്പിൽ നിന്നും വാങ്ങില്ല. കളിപ്പാട്ടം ടോയ് ഷോപ്പിൽ നിന്നും, പലചരക്ക് ആ കടയിൽ നിന്നും, വസ്ത്രം ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നുമൊക്കെയാണ്. ആളുകൾ ടാർഗറ്റിൽ വരുന്നത് അവിടെ കിട്ടുന്ന ചില സാധനങ്ങൾ മാത്രം വാങ്ങാനാണ്. പക്ഷേ ടാർഗറ്റ് ഉപ്പ് മുതൽ കർപ്പൂരം വരെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവരിതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പലവട്ടം പല ക്യാമ്പയിൻ വഴി അറിയിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം കസ്റ്റമറിൻ്റെ ഷോപ്പിംഗ് ബിഹേവിയർ പെട്ടെന്ന് മാറുന്നതല്ല. ബിസിനസ് കോണ്ടസ്റ്റ് ഏകദേശം മനസ്സിലായി. ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ കസ്റ്റമർ ബിഹേവിയർ എങ്ങനെ മാറ്റും, അല്ലെങ്കിൽ എപ്പോൾ മാറും?
ജീവിതത്തിലെ വലിയ ചേഞ്ച് വരുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഇത് മാറുന്നുള്ളൂ. അതിലേറ്റവും പ്രാധാന്യം ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുമ്പോഴാണ്. ഗർഭിണികളായ സ്ത്രീകൾ വിലയെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. കുഞ്ഞിനും സുരക്ഷയ്ക്കും വേണ്ടി അവർ വില കോംപ്രമൈസ് ചെയ്യും. കസ്റ്റമറിൻ്റെ മനസ്സിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴിയില്ല. പക്ഷേ പ്രഗ്നന്റ് ഫാമിലി ഒരു വലിയ ബിസിനസ് സാധ്യതയുള്ള വലിയൊരു സെഗ്മെൻ്റാണ്. നോക്കാം. 2015 US ഡെപ്റ്റിലെ കണക്ക് പ്രകാരം $10,000 $20,000 ഇടയിൽ ആളുകൾ കുഞ്ഞുങ്ങൾക്കായി ചെലവിടുന്നു. 2015 4 മില്യൺ കുഞ്ഞുങ്ങളാണ് ജനിച്ചത്. അതുപോലെ 38 ബില്യൺ ആയിരുന്നു ബേബി പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് സൈസ്. അതുപ്രകാരം അന്നത്തെ കാലത്തും ബേബി പ്രൊഡക്ട്സിന് ഇതുപോലെ തന്നെ മാർക്കറ്റ് സൈസ് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയെങ്കിൽ പ്രഗ്നൻസി പ്രഡിക്ഷൻ വഴി ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇവൻ്റ് അറിയാൻ കഴിയുന്നു. അപ്പോൾ കസ്റ്റമർ മാറ്റത്തിന് തയ്യാറാവുന്നു. ആ മാറ്റം പ്രൈസ് ഇൻസെൻസിറ്റീവ് ചേഞ്ചാണ്. ഒരിക്കൽ അവരെ കിട്ടിയാൽ പിന്നെ അടുത്ത ഇവൻ്റ് ഉണ്ടാകുന്നവരെ സ്ഥിരം കസ്റ്റമേഴ്സായി മാറുന്നു. ആ സെഗ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വോളിയം വളരെ വലുതുമാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ടാർഗറ്റ് പ്രഗ്നൻസി പ്രഡിക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അവിടെ നിന്നാണ് പോൾ മോഡൽ ഉണ്ടാക്കിയതും വീട്ടുകാർ അറിയുന്നതിന് മുൻപേ കമ്പനി അറിഞ്ഞതും. പറഞ്ഞു വന്നത് എന്തൊക്കെ അനലിറ്റിക്സ് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഏത് പ്രശ്നങ്ങളാണ് ഇത് മൂലം സോൾവ് ചെയ്യപ്പെടുന്നത്, ഇതെല്ലാം ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഭാഗമാണ്. നല്ലൊരു അനലിറ്റിക്സ് ആകാൻ ഈ കഴിവുകളും വളർത്തിക്കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെ.